റെഡി ആയിട്ട് പോകുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് വലിയ പേർച്ചേസും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് അവർക്ക് രണ്ടുപേർക്കും പേർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ചെറിയ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഗൈസ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, നമ്മൾ മെട്രോ എന്ന് പറഞ്ഞ ആപ്പിനകത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഷീസ് ബുക്കിംഗ് സംതിങ്. നമ്മൾ ഓട്ടോ ഇറങ്ങി ഇനി മെട്രോ കയറി നമ്മൾ ഇറങ്ങുന്ന സ്പോട്ട് ചിപ്പായിട്ടാണ്. അറിയത്തില്ല മെട്രോ കയറാനൊന്നും. തുണിയിടാൻ പറഞ്ഞേ പറ. ഞാൻ ഇന്ന് ഈ കളർ ഉടുപ്പിട്ടാണ് ഇവളും എടുത്തിട്ടുള്ളത്. ഫോട്ടോയിൽ വി ആർ ലൈക്ക് ട്വിൻസ്. ഗൈസ് നമ്മൾ ഇറങ്ങി വേണം നിൽക്കാൻ. ചിക്പേട്ടിലെത്തി ഗൈസ്. കൊള്ളാല്ലേ? സോ ചിക്പേട്ട് നമ്മൾ ബസ് ഇറങ്ങി മെട്രോ ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നതല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ കാണുന്നതാണ് ചിക്പേട്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ കയറിയില്ല. അതാണ് ചിക്പേട്ട് മാർക്കറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി. നമ്മൾ കയറി ഉടനെ തന്നെ കുറേ കോസ്മെറ്റിക്സിൻ്റെയും പിന്നെ കുറേ സ്റ്റോളും അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാം ഇങ്ങനെ നോക്കിയാണ് പോയി തുടങ്ങിയത്. കാരണം ആദ്യമേ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മളൊരു സാരി ഷോപ്പിൽ കയറി. അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് നോക്കി, കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലെഹങ്കയുടെ ഒരു കുഞ്ഞു കുറേ സ്റ്റോൾ കണ്ടു. പിന്നെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റോർ കണ്ടു. നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ ഇയർ ചെയിനും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു. പിന്നെ നമ്മളൊരു ഗൈഡ് കൊണ്ടുപോയിട്ട് പറഞ്ഞു സാരീസ് കാണിച്ചു തരാം, ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ പുള്ളിയുടെ കടയിൽ കയറിയപ്പോൾ ഇവിടെയുള്ള കടകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെരുപ്പൂരിട്ടാണ് എല്ലായിടം കയറുന്നത്. അതല്ല, ഇവിടെ തറയിൽ നമ്മൾ ഇരിക്കാനായിട്ട്, നമ്മൾ ചെന്നുടനെ നമുക്ക് ഇരിക്കാനായിട്ട് ബെഡ് കണക്കൊരു സംഭവമാണ് ഫ്ലോറിൽ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മണ്ടയിലത്തെ സ്റ്റോറിലൊക്കെ പോയി കുറേ കളക്ഷൻസ് കണ്ടു. അത്യാവശ്യം അഫോർഡബിളാണ്. ഹോൾസെയിൽ മാർക്കറ്റാണ് ഇതൊക്കെ, നമുക്ക് റീറ്റെയിലിനും തരും. പിന്നെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കുറേ ഷോപ്സിലോട്ട് പോയി. കുറേ ഓർഗൻസയും പിന്നെ ടിഷ്യൂ ടൈപ്പും അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. നല്ല ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് നല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചു കരിക്കിൻ്റെ. പിന്നെ നമ്മൾ പിന്നെയും പേർച്ചേസിൻ്റെ കാര്യങ്ങളിലോട്ട് കടന്നു.
പിന്നെ ഇങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ കുറേ കണ്ടു. പിന്നെ ഞാനൊരു കുഞ്ഞു കമ്മൽ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മെൻസ് വെയറിൽ പോയി. അവിടെയും പോയി കുറേ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഔട്ട് ഓഫ് കവർ ഏരിയയിലായി. കാരണം ഞാൻ നല്ല ടയേർഡായി. എനിക്കാണ് തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു കൊറിയൻ ടോപ്പും പിന്നെ ക്രോപ്പ് ടോപ്പും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു സ്റ്റോറിൽ പോയി. പിന്നെ ഒരു ചുരിദാർ മെറ്റീരിയൽ സൽവാറിൻ്റെ ഒരു സ്റ്റോറിൽ പോയി. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കടകളൊക്കെ കയറി ഇറങ്ങി ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെരുപ്പയുടെ പോയി ജ്വല്ലറിയുടെ ഒരു ഷോപ്പിൽ കയറി നോക്കി. പിന്നെ നമ്മൾ കുറേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെട്രോ കയറി ഹോസ്റ്റലിലോട്ട് പോകാനുള്ള വഴി നോക്കി. എനിക്ക് നല്ല ടയേർഡായിട്ട് തലവേദനയും ഉണ്ട്. നല്ല ടയേർഡായി പോയായിരുന്നു. നല്ലപോലെ കവർ ചെയ്യാൻ പോലും ഒന്നും പറ്റിയില്ല. എന്നെക്കൊണ്ടൊന്നും ഷോപ്പിംഗ് നടക്കത്തില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ മടുത്ത് കുറേ അത്യാവശ്യം നടക്കാനുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് നമ്മൾ നിന്ന് കുറേ ടൈം എടുക്കും. നമ്മളിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വൈകിട്ട് 7 മണിയാകുമ്പം ഒരു സെറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ നമുക്കിങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടില്ല. ആകെ കുറച്ച് വെള്ളമാണ് അതിൻ്റെ ഇടയ്ക്ക് കുടിച്ചത്. പിന്നെ ഹോസ്റ്റലിൽ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ 7:30 ആയപ്പോഴാണ് എത്തിയത്. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. എനിക്ക് പറയാമെന്ന് വെച്ചാൽ അവിടെ പോകുന്നവർ കുറച്ചുകൂടി നേരത്തെ പോകണം, എന്നാലേ അവിടെ എന്തെങ്കിലും ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒത്തിരി ഷോപ്പും കാര്യങ്ങളും അങ്ങനെ ഇല്ല. സൺഡേസ് എന്താണ് ചിക്കപ്പേട്ട് കുറച്ച് ആക്റ്റീവായിട്ട് കേട്ടിട്ടുള്ള എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനില്ല, എന്ന് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ ഇല്ലായിരുന്നു. ബട്ട് അവർക്ക് രണ്ടുപേർക്കും എന്തോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫാമിലിയിൽ. അപ്പോൾ അതിനൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോയത്. പിന്നെന്താ കുറേ നടന്ന് കാണുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു 50% പോലും കവർ ചെയ്തില്ല. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തലവേദനയുണ്ട്. ഞാൻ നല്ല ടയേർഡും ആയിരുന്നു. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പർച്ചേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ കുറവുണ്ടായിരുന്നു. ഞാൻ അവരെ കൂടെ ഒക്കെ കൊണ്ടുകൊണ്ട് നടന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ചിക്കപ്പേട്ട് പോകാന്നുള്ളവർക്ക് മെട്രോ ആണ് കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എവിടെ നിന്നാണല്ലോ ചിക്കപ്പേട്ട് കറക്റ്റ് സ്റ്റോപ്പ് മെട്രോ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളത്. കറക്റ്റ് നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറും. നമ്മൾ ഇറങ്ങുന്നതേ ഒരു മാർക്കറ്റിലോട്ടാണ്. പക്ഷേ ഇറങ്ങി ഒരു റോഡ് പാസ് ചെയ്ത് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ചിക്കപ്പേട്ട് മാർക്കറ്റിലോട്ട് കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചിക്കപ്പേട്ട് മാർക്കറ്റിലോട്ട് നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ KR മാർക്കറ്റ് അങ്ങനെ എന്തൊരു മാർക്കറ്റിലോട്ടൂടെ ജോയിൻ ആവുന്നുണ്ട്. പിന്നെ ആ നടന്ന പോസ്റ്റ് തന്നെ നമ്മൾ തിരിച്ച് നടന്നിട്ടാണ് മെട്രോയിലോട്ട് ഇറങ്ങിയത്. അല്ലാണ്ട് വേറെ കറങ്ങി അങ്ങനെയുള്ള വഴിയൊന്നുമില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു തിരിച്ച് ഇത്രയും നടക്കണ്ടേന്ന്. പിന്നെ നമ്മൾ നോക്കിയെടുക്കും. നമ്മൾ ബാർഗെയിൻ ചെയ്യാമെങ്കിൽ നമുക്ക് വിലക്കുറവിന് കിട്ടും. നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് വിലക്കുറവിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് സംസാരിക്കാൻ അറിയാവുന്ന ആരിലും കൊണ്ടുപോകണം. പിന്നെന്താ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.